കേരള ടു ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യണോ നിങ്ങൾ? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമസ്കാരം, ഞാൻ അജയ്. വൈക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കേരള ടു ബാലി എപ്പോൾ പോകണം, എങ്ങനെ പോകണം, എവിടെയൊക്കെ പോകണം, എത്ര രൂപ ചിലവാകും, വിസ എങ്ങനെയാണ് എടുക്കേണ്ടത്, എവിടെയാണ് താമസിക്കേണ്ടത് തുടങ്ങി ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വേറെ ഒരു വീഡിയോ കാണണ്ട, ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മതി. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമാവില്ല. മോസ്റ്റ് ഇൻസ്റ്റാഗ്രാമബിൾ ഡെസ്റ്റിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവുള്ളൂ, ബാലി. ഐലൻഡ് ഓഫ് ഗോഡ് എന്നാണ് ബാലിയുടെ ടാഗ് ലൈൻ. നമ്മൾ ബാലിയിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ആപ്റ്റ് ആയിട്ടുള്ള ടാഗ് ലൈൻ ആണ്. ഒരു ടൂറിസ്റ്റിന് വേണ്ടതെല്ലാം ഈ ഐലൻഡിലുണ്ട്. ബീച്ചസ്, മൗണ്ടെയിൻസ്, ക്ലിഫ്, ട്രഡീഷൻ, കൾച്ചർ, നൈറ്റ് ലൈഫ് തുടങ്ങി എല്ലാം ഒറ്റ കുടക്കീഴിൽ. അതാണ് ബാലി. ഇന്തോനേഷ്യ എന്ന് പറയുന്ന കൺട്രിയിലെ ഒരു ഐലൻഡ് ആണ് ബാലി. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഡോമിനേറ്റഡ് കൺട്രിയാണ്. പക്ഷെ ബാലിയിൽ കൂടുതലായിട്ടുള്ളത് ഹിന്ദു ട്രഡീഷൻ ആണ്. അവരുടെ പ്രാക്ടീസും രീതികളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ബാലിയിലെ മേജർ ഡെസ്റ്റിനേഷൻസിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ബാരിയർ ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നേച്ചേഴ്സ് വണ്ടേഴ്സ് ഒക്കെ നേരിട്ട് കാണാനും നല്ല അടിപൊളി പിക്ചേഴ്സ് എടുക്കാനായിട്ട് നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ കൂടെയോ ഹണിമൂണിനോ സോളോ ആയിട്ടോ ഒക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ബാലി. ട്രോപ്പിക്കൽ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദ ഇയർ ഹ്യൂമിഡ് ആൻഡ് വാം ആയിരിക്കും ബാലി. ബാലിയിൽ ആകെ 2 സീസണും ഉള്ളൂ, ഡ്രൈ സീസണും വെറ്റ് സീസണും. നവംബർ ടു മാർച്ച് ആണ് വെറ്റ് സീസൺ, അതായത് ബാലിയിലെ മഴക്കാലം. മഴക്കാലം ആണെങ്കിലും ഡിസംബർ ജനുവരി ഒക്കെ അത്യാവശ്യം നല്ല പീക്ക് സീസൺ ആണ് ബാലിയിൽ. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്റർനാഷണൽ ട്രാവലേഴ്സ് എല്ലാം ഹോളിഡേ ആഘോഷിക്കാനൊക്കെ ആയിട്ട് ഈ ടൈമിലാണ് ബാലിയിലേക്ക് വരിക. ജൂൺ ടു സെപ്റ്റംബർ ആണ് ബാലി വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം. നല്ല അടിപൊളി വെതർ ആണ് ഈ ടൈമിൽ. അതിൽ തന്നെ ജൂലൈ ഓഗസ്റ്റ് ആണ് പീക്ക് സീസൺ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും ഈ ടൈമിലൊക്കെ ബാലി കമ്പയർഡ് ടു അതർ സീസൺ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബാലി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാൻ പറ്റിയ മന്ത് എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ, പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ. ഈ ടൈമിലാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നല്ല അത്യാവശ്യം നല്ല വെതറോടുകൂടി ബാലി എക്സ്പ്ലോർ ചെയ്യാൻ ബെസ്റ്റ് ടൈം. ഇനി ബാലി പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ₹1 എന്ന് പറയുന്നത് ഏകദേശം 190 ഇന്തോനേഷ്യൻ റുപ്പിയാണ്. അതായത് ഇന്ത്യൻ കറൻസിയാണ് ബാലിനേക്കാളും സ്ട്രോങ്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഇന്തോനേഷ്യൻ റുപ്പിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പോവുക, അത് കഴിഞ്ഞ് ബാലി എത്തിക്കഴിയുമ്പോഴാണ് ഇന്തോനേഷ്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല ഫോറക്സ് കാർഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഓൾമോസ്റ്റ് 90% സ്ഥലങ്ങളിലും കാർഡ് എടുക്കും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ 2 to 5% നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. എന്നാലും വലിയ നഷ്ടമൊന്നും വരാനില്ല ഈ ഫോറക്സ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ATM വഴി അവിടുന്ന് കറൻസിയും വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കാര്യമാണ് വിസ. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ബാലിയിലേക്ക് വിസ ഓൺ അറൈവലാണ്. അതായത് നമ്മൾ പാസ്പോർട്ടായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 30 ഡേയ്സിലേക്കുള്ള വിസ അവിടെ നിന്ന് തന്നെ കിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് 30 ദിവസം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇനി ഈ വിസ എടുക്കാനായിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം. ഏകദേശം 5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ് ഈ വിസയുടെ ചാർജ് വരുന്നത്. അതായത് നാട്ടിലെ ഏകദേശം 2800 രൂപ. ഇനി ഈ വിസ കിട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ പാസ്പോർട്ടിൽ 2 ബ്ലാങ്ക് പേജെങ്കിലും ഉണ്ടാവണം. പിന്നെ 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവണം. പിന്നെ ഇമിഗ്രേഷന്റെ സമയത്ത് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഐഡന്റിറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്, അതേപോലെ കൺഫേംഡ് ഹോട്ടൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് ഒന്നും മാൻഡേറ്ററി അല്ല, പക്ഷേ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നതാണ് നമ്മുടെ സേഫ് സൈഡ്. പിന്നെ നിങ്ങൾ ഇമിഗ്രേഷന് മുന്നേ ആയിട്ട് കസ്റ്റം ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യണം. ഇതൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാം, അതല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ട് ഫില്ല് ചെയ്താലും മതി. ഇനി ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഫോമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത കാര്യമാണ് സിം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇന്റർനാഷണൽ പാക്കേജുകൾ ഇവിടുന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ട് പോവാം, അതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് സിം എടുക്കാം. ടെലികോം സെല്ലിന്റെ നെറ്റ്വർക്കാണ് അത്യാവശ്യം കൊള്ളാവുന്നതായിട്ട് എല്ലാവരും പറയുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ സിം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഇ സിം കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇ സിമ്മും പർച്ചേസ് ചെയ്യാം. ഞാൻ സാധാരണഗതിയിൽ ഇ സിം ആണ് എടുക്കാറ്. മെട്രിക്സിന്റെ കവറേജ് ആണ് മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യാറ്. ഇനി നിങ്ങൾ അവിടെ ചെന്നിട്ട് സിം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം എയർപോർട്ടിൽ നിന്ന് ഒഴിവാക്കുക. പുറത്ത് ഏതെങ്കിലും കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഈ സിമ്മിന് ഏകദേശം 800 രൂപയാണ് ഒരു മാസത്തേക്ക് ചെലവ് വരിക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചാർജിങ് സോക്കറ്റ്. ഇവിടുത്തെ ചാർജിങ് സോക്കറ്റ് ടൈപ്പ് C അല്ലെങ്കിൽ F ആണ്. അതുകൊണ്ട് യൂണിവേഴ്സൽ ചാർജിങ് അഡാപ്റ്റർ എടുക്കാൻ മറക്കരുത്. ബാലി കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം സ്പെൻഡ് ചെയ്യാമോ അത്രയും നല്ലതാണ്. ചുമ്മാ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻസ്, മേജർ ഡെസ്റ്റിനേഷൻസ് കണ്ടിട്ട് വരിക, അങ്ങനത്തെ ഒരു ടൈപ്പ് ട്രാവൽ അല്ല ബാലിയിലുള്ളത്. സ്ലോ ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാലി. ബാലിനെ നമുക്ക് 5 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെയാണ് സദേൺ ബാലി. ഇവിടെയാണ് എയർപോർട്ട് വരുന്നത്. ഏറ്റവും നല്ല നൈറ്റ് ലൈഫും അതേപോലെ ബീച്ചസ് ഒക്കെ ഉണ്ടാവുന്നത് സദേൺ ബാലിയിലാണ്. രണ്ടാമത്തെയാണ് സെൻട്രൽ ബാലി. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ബാലി എന്ന്
അറിയപ്പെടുന്നത് സെൻട്രൽ വാലിയാണ്. ടെമ്പിൾസ്, വാട്ടർഫോള്, റൈസ് ടെറസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സെൻട്രൽ വാലിയിൽ വരുന്നത്. ഈ ഉബുദ് എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ സെൻട്രൽ വാലിയിലാണ്. മൂന്നാമത്തെയാണ് നൂസ ഐലൻഡ്. 3 ഐലൻഡുകൾ ചേരുന്നതാണ് നൂസ ഐലൻഡ്. നൂസ പെരീഡ, നൂസ ലംബോഗൻ, പിന്നെ നൂസ സെനീഗൻ. ഈ 3 ഐലൻഡാണ് നൂസ ഐലൻഡ് വരുന്നത്. സർഫിങ്, സ്നോക്ലിങ്, അതേപോലെ ക്ലിഫ് ജമ്പിങ്, അതേപോലെ ഹൈക്കിങ്, ഇതുപോലത്തെ എല്ലാ ആക്ടിവിറ്റീസും ഈ ഐലൻഡിലുണ്ട്. ഇനി 4മത്തെയാണ് ഗില്ലീസ് ഐലൻഡ്. ഏറ്റവും അടിപൊളി നൈറ്റ് ലൈഫും അതേപോലെ തന്നെ പാർട്ടി ലൈഫ് ഒക്കെ ഉണ്ടാവുന്നത് ഗില്ലി ഐലൻഡ്സിലാണ്. ഇനി 5മത്തെ ഡിവിഷനാണ് നോർത്തേൺ ബാലി. കൂടുതലായിട്ടും ഓഫ് ബീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നോർത്തേൺ ബാലിയിലുള്ളത്. കിന്താമണി, പിന്നെ സൈഡ്മൻ വാലി, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് നോർത്തേൺ ബാലിയിൽ വരുന്നത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഒന്നും അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഈ ഡിവിഷൻസ് എല്ലാം പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് വേണം ഈ ബാലി ട്രിപ്പിലെ ഓരോ സ്ഥലങ്ങളായിട്ട് ചൂസ് ചെയ്യാനായിട്ട്. ബാലി ട്രിപ്പിൽ ഫ്ലൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത്. നമുക്ക് എത്തേണ്ടത് ഡെൻപാസർ എയർപോർട്ടിലേക്കാണ്. നിലവിൽ നമുക്ക് ന്യൂഡൽഹിയിൽ നിന്നും അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നുമാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. ബാക്കി എല്ലാം കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. കണക്റ്റിംഗ് ഫ്ലൈറ്റിന്റെ ലേ ഓവർ സാധാരണ വരുന്നത് ഒന്നില്ലെങ്കിൽ സിംഗപ്പൂർ, അതല്ലെങ്കിൽ മലേഷ്യ. നിങ്ങൾ മാക്സിമം സിംഗപ്പൂർ ലേ ഓവർ ഉള്ള ഫ്ലൈറ്റുകൾ ചൂസ് ചെയ്യുക. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സിംഗപ്പൂർ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാം. വേൾഡിൽ തന്നെ ഒരു അടിപൊളി എയർപോർട്ടാണ് ചിയാങ് മായ് എയർപോർട്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,000 രൂപയാണ് വൺ സൈഡിലേക്കുള്ള ഫ്ലൈറ്റിന്റെ റേറ്റ് വരിക. ഇനി കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 13,000-14,000 രൂപയ്ക്കാണ്. ബാലിക്ക് പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണഗതിയിലെ ആൾക്കാർ ഒന്നില്ലെങ്കിൽ മലേഷ്യ അല്ലെങ്കിൽ സിംഗപ്പൂരും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്യാറ്. നിങ്ങൾക്ക് ടൈമിന്റെ കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മലേഷ്യ അല്ലെങ്കിൽ സിംഗപ്പൂർ ഇതിൻ്റെ കൂടെ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാലി എത്തിക്കഴിഞ്ഞാൽ ഇന്റേണൽ ട്രാൻസ്പോർട്ടിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കൂട്ടേഴ്സ് ആണ്. സ്കൂട്ടേഴ്സിന് ഏകദേശം 300 രൂപ 400 രൂപയ്ക്കാണ് റെന്റ് വരുള്ളൂ. ഇവിടെ പെട്രോളിനൊക്കെ നല്ല വിലക്കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡേ നമുക്ക് അടിപൊളിയായിട്ട് കറങ്ങാം. ബാലിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ റോഡും വലിയ ട്രാഫിക്കും ഒക്കെയാണ്. ഇന്ത്യയിൽ നിന്ന് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഒക്കെ എടുത്തിട്ട് പോവുക. ഇനി ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് മര്യാദയ്ക്കൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഓടിക്കാതെ അത്യാവശ്യം രക്ഷപ്പെട്ട് പോവുക. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് ക്യാബ്. ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്ന ആപ്പ് ഗോജക്കും അതേപോലെ തന്നെ ഗ്രാബും ആണ്. ഇനി ഫുൾ ഡേ വേണമെങ്കിൽ നമുക്ക് ക്യാബ് എടുത്ത് കറങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 4,000 രൂപയ്ക്കാണ് അതിന് ചെലവ് വരിക. ഇനി ബാലിയിൽ എത്തിക്കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് ഇഷ്ടംപോലെ ഹോട്ടൽസും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർ ഡേ ഒരു 3,000-4,000 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി റിസോർട്ടിലൊക്കെ നമുക്ക് താമസിക്കാനായിട്ട് പറ്റും. ഇനി സോളോ ട്രാവലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽസും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പെർ ഡേ ഒരു 500 രൂപയ്ക്കാണ് ഹോസ്റ്റലിന് ആവുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കയിടത്തും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. ഇനി ബാലി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു 14 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ആണ്. ഈ ട്രിപ്പ് പ്ലാൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ലാസ്റ്റിൽ ഈ 14 ദിവസം ഷോർട്ട് ആക്കി 6 ദിവസത്തെ 5 ദിവസത്തെ ഒക്കെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ബാലിയിലെ ടൈം ഇന്ത്യനേക്കാൾ 2 മണിക്കൂർ മുന്നിലാണ് ബാലി. അതായത് ഇവിടെ 10 മണി ആകുമ്പോൾ ബാലിയിൽ 12 മണി ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഫ്ലൈറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഇനി ഐറ്റിനറി ഫുൾ ആയിട്ട് നിങ്ങൾ എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ YKS വേൾഡിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. നമ്മുടെ ആപ്പിൽ ഐറ്റിനറി സെക്ഷനിലേക്ക് പോവുക, ബാലി സെലക്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ സജഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു അടിപൊളി ഐറ്റിനറി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് ഐറ്റിനറി കൂടെ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ YKSന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡേ 1 നിങ്ങൾ ഫ്ലൈറ്റ് കയറി നേരെ ബാലിയിലേക്ക് എത്തുക. ഇന്ത്യയിൽ നിന്നുള്ള മിക്ക ഫ്ലൈറ്റുകളും ഒരു 2 മണിക്ക് മുന്നേ ആയിട്ട് അവിടെ എത്താൻ രീതിയിലാണ് സാധാരണ എല്ലാവരും എടുക്കാറ്. ബാലിയിലെത്തി നേരെ ഇമിഗ്രേഷൻ പോവുക. ഇമിഗ്രേഷൻ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. അത്രയും ക്യൂ ആയിരിക്കും. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബാഗൊക്കെ കളക്ട് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് പോവുക. ഫസ്റ്റ് ഡേ നമ്മൾ ഹോട്ടൽ കൂട്ടയിൽ എടുക്കുക അല്ലെങ്കിൽ സെമിനാഗിൽ എടുക്കുക. ഹോട്ടലിൽ എത്തി ഫ്രഷ്നപ്പ് ഒക്കെ ആയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കുക. ലേ ഓവർ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നേരെ നമ്മൾ കുറച്ച് കറൻസി കൺവേർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വണ്ടിയൊക്കെ റെഡിയാക്കാനായിട്ട് പോവുക. പിന്നെ സൺസെറ്റിന്റെ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെമിനിയാക് ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നൈറ്റ് നിങ്ങൾക്ക് പാർട്ടിയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പബ്ബിലേക്ക് അങ്ങനെ കയറുക. ടൈം പോകുന്നതേ അറിയില്ല. ടാഗ് ആയിട്ട് പോവുകയാണെങ്കിൽ എൻട്രി ഫീയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് പോവാം. അതേപോലെ തന്നെ ഫുഡിന്റെയും അതേപോലെ ഡ്രിങ്ക്സിന്റെയും മാത്രം പൈസ കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വരിക, റെസ്റ്റ് എടുക്കുക. ഡേ 2 ഏർലി മോർണിംഗ് തന്നെ GWK പാർക്കിലേക്ക് പോവുക. ഈ GWK പാർക്ക് എന്ന് പറയുന്ന ഒരു വിഷ്ണു ടെമ്പിൾ ആണ്. ഒരുപാട് സ്റ്റോൺ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ഫോട്ടോസും എടുക്കാം. നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊട അല്ലെങ്കിൽ തൊപ്പി കൈ കരുതണം. അതേപോലെ തന്നെ ഒരു കുപ്പി വെള്ളവും കൈ കരുതുക. ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും ഈ GWK പാർക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെതർ എപ്പോഴും ഹ്യൂമിഡ് ആയിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് തന്നെ ഇരിക്കുക. GWK പാർക്ക് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേ ക്ലബിലേക്ക് പോവാം. ഇൻഫിനിറ്റി പൂൾ ആക്സസ് ഉള്ള ഡേ ക്ലബിലാണെന്നുണ്ടെങ്കിൽ അടിപൊളി. അത് കഴിഞ്ഞ് ഒരു 4:30 ആകുമ്പോഴത്തേക്കും നേരെ ഉലുവാട്ടൂർ ടെമ്പിളിലേക്ക് പോവാം. ഈ ഉലുവാട്ടൂർ ടെമ്പിൾ എന്ന് പറഞ്ഞ ക്ലിഫിന്റെ സൈഡിലായിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് അടിപൊളിയാണ്. ഇത് മാത്രമല്ല, ഇവിടെ തന്നെ 6 മണിക്കും 7 മണിക്കും ഒരു കെച്ചക് ഡാൻസ് ഉണ്ട്.
നമ്മുടെ ഈ തെയ്യത്തിന്റെ ഒക്കെ മോഡലിലുള്ള ഒരു ഡാൻസ് ആണ് ഈ കെച്ചക് ഡാൻസ്. ഇത് കാണാനൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. പിന്നെ ഇതിനുള്ള ടിക്കറ്റ് നിങ്ങൾ മുന്നേ എടുത്തു വെക്കണം. അതായത് ഉലുവാറ്റൂർ ടെമ്പിളിൽ വരുന്ന വഴിക്ക് തന്നെ ഇതിന്റെ ടിക്കറ്റ് എടുക്കുക. ഡേ 3 എന്ന് പറയുന്നത് ഒരു ഫുൾ ബീച്ച് ഡേ ആണ്. നമുക്ക് ഒരുപാട് ബീച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് തനാലോട്ട് ബീച്ച്. ക്ലിഫി എന്നുള്ളൊരു വ്യൂ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ പസുത് ബീച്ചും അതേപോലെ തന്നെ കാഞ്ചു ബീച്ചും എക്സ്പ്ലോർ ചെയ്യുക. ഇന്നത്തെ ദിവസം മാക്സിമം നിങ്ങൾ സാൻഡൽസ് തന്നെ ഇടുക, അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇടുക. അതല്ലാതെ ഷൂസ് ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരുതിയാൽ മതി. ബീച്ച് ഡേയിൽ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും വെള്ളം കൈ കരുതണം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സൺസ്ക്രീൻ എടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഡേ 4 ഏർലി മോർണിംഗ് തന്നെ നമ്മൾ നൂസ പെനിഡയിലേക്കാണ് പോവുക. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഡേ ട്രിപ്പ് ആയിട്ട് ചെയ്യാം. പക്ഷെ അതിലും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഒരു ദിവസം നിങ്ങൾക്ക് നൂസ പെനിഡയിൽ താമസിക്കുക എന്നുള്ളതാണ്. ടൈമിന്റെ കൺസ്ട്രെയിൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നൂസ പെനിഡയിൽ ഒരു ദിവസം താമസിക്കുക. ഈ നൂസ പെനിഡ എന്ന് പറയുന്നത് വേറൊരു ഐലൻഡ് ആണ്. നിങ്ങൾ ഏത് ഹോട്ടലിലാണോ താമസിക്കുന്നത് അവിടുന്ന് നേരെ സാനൂർ പോർട്ടിലേക്ക് പോകണം. അവിടുന്ന് ഫാസ്റ്റ് ബോട്ട് കയറിയിട്ട് വേണം നമുക്ക് ഈ നൂസ പെനിഡയിലേക്ക് പോകാനായിട്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ ഫാസ്റ്റ് ബോട്ടിൽ ജേർണി ഉണ്ട് നൂസ പെനിഡയിലേക്ക്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നേരെ നിങ്ങൾ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാം. ഹോട്ടൽ എടുക്കാൻ ബെസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് തോയ പക്കേഷും പിന്നെ പെഡ് ഏരിയ ആണ്. അങ്ങനെ ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് നൂസ പെനിഡ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് കേലിംഗിങ് ബീച്ചിലാണ്. ക്രൗൺ ജുവൽ ഓഫ് നൂസ പെനിഡ എന്നൊക്കെയാണ് ഈ ബീച്ച് അറിയപ്പെടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് നമുക്ക് ഒരിക്കലും മതിയാവില്ല. അവിടുന്ന് നേരെ ആംഗ്ലസ് ബില്ലോബോം എന്ന് പറയുന്ന ഇൻഫിനിറ്റി പൂളിലേക്ക് പോവാം. ലോ ടൈഡ് ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഹൈ ടൈഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ നാച്ചുറൽ ഇൻഫിനിറ്റി പൂളിൽ. ഇവിടുന്ന് നെക്സ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് ബ്രോക്കൺ ബീച്ച്. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വേറൊരു സ്ഥലമാണ് ക്രിസ്റ്റൽ ബേ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയാണ് ഞാൻ സ്നോക്ലിംഗ് ഒക്കെ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോൾ നൂസ പെനിഡയിൽ തന്നെ ഏതെങ്കിലും പബ്ബിൽ കയറുക, എൻജോയ് ചെയ്യുക. ഡേ 5 നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഡയമണ്ട് ബീച്ചിലേക്കാണ്. വൈറ്റ് സാൻഡ് ബീച്ചസും ക്ലിഫും അതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഒക്കെ ഉള്ള ഒരു അടിപൊളി ബീച്ചാണ് ഡയമണ്ട് ബീച്ച്. ഇവിടെ അത്യാവശ്യം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള റുമാപോഹോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ഇവിടെയാണ് നമ്മുടെ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ട്രീ ഹൗസിലേക്ക് നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് കൊടുക്കണം. അതേപോലെ തന്നെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരും. പക്ഷേ ഇവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വെർത്തിട്ടാണ്. എന്തായാലും നിങ്ങൾ ഫോട്ടോ എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ടെലിട്യൂബീസ് എന്ന് പറയുന്ന ഹിൽസ് കാണാനായിട്ട് പോവാം. അതായത് അടിപൊളി പൊട്ടക്കുന്നുകൾ കാണാനായിട്ട് പോവാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ള രീതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടപ്പെടുന്നത് അവിടെ നിൽക്കുക, ഫോട്ടോ ഒക്കെ എടുക്കുക, എൻജോയ് ചെയ്യുക. അങ്ങനത്തെ ഒരു വൈബാണ് നമുക്ക് ബാലി മൊത്തത്തിൽ ചെയ്യേണ്ടത്. നമുക്ക് നൂസ പെനിഡയിൽ നിന്ന് തിരിച്ച് ബോട്ട് വൈകിട്ട് 5 മണി വരെ ഉള്ളത്. നിങ്ങൾ 5 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് കൂട്ടയിലേക്ക് അല്ലെങ്കിൽ സെമിന്യാഗിലേക്ക് പോവാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ പബ്ബിൽ പോവാം. സെമിന്യാഗിലാണ് ഇന്നത്തെ സ്റ്റേ വരിക. ഡേ 6 നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ ഉബുദിലേക്ക് പോവാം. ഉബുദിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ എടുക്കും നമുക്ക് സെമിന്യാഗിൽ നിന്ന് എത്താനായിട്ട്. ഉബുദിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രൈവറ്റ് പൂളുള്ള റിസോർട്ടും വില്ലാസും ഒക്കെ കിട്ടും. അതേപോലെ തന്നെ സൗത്ത് ഉബുദിലേക്കാണെന്നുണ്ടെങ്കിൽ ലക്ഷറി അപ്പാർട്ട്മെന്റ്സും അതേപോലെ തന്നെ ഹോട്ടൽസും ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഹോട്ടലിൽ എത്തുക, ലഗേജ് കാര്യങ്ങളൊക്കെ വയ്ക്കുക, നേരെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുക. ഹോട്ടലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അതായത് സ്കൂട്ടർ സെറ്റ് ആക്കി വെക്കാം. ആദ്യം തന്നെ നമ്മൾ പോകാൻ പോകുന്നത് സേക്രഡ് മങ്കി ഫോറസ്റ്റിലേക്കാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ സേക്രഡ് മങ്കി ഫോറസ്റ്റ്. പിന്നെ പ്രത്യേകം നിങ്ങളുടെ ബാഗ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അവന്മാരടിച്ചോണ്ട് പോകും. സേക്രഡ് മങ്കി ഫോറസ്റ്റ് കവർ ചെയ്തിട്ട് നേരെ നമ്മൾ പോകാൻ പോകുന്നത് ട്രഡീഷണൽ ആർട്ട് മാർക്കറ്റിലേക്കാണ്. നിങ്ങൾക്ക് സോവിനേഴ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കുക. അതാണ് ബാലിയിലെ ഏറ്റവും അടിപൊളി സ്ഥലം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെങ്കിരുങ്കാൻ വാട്ടർഫോൾസിലേക്ക് പോവാം. ഇങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴത്തേക്കും സരസ്വതി ടെമ്പിളും അതേപോലെ തന്നെ ഉബുദ് പാലസും കവർ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ട്രഡീഷണൽ ബാലീസ് ഡാൻസ് ഒക്കെ കണ്ട് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം. ഡേ 7 ഏർലി മോർണിംഗ് തന്നെ കമ്പുഹാൻ റിഡ്ജ് വാക്കിന് പോവുക. ഒരു 2 മണിക്കൂറുള്ള ഒരു വാക്കാണ് ഇത്. സൺറൈസിന്റെ ടൈമിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടെങ്ലാംഗ്ല റൈസ് ടെറസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫേമസ് ബാലി സ്വിംഗ് ഒക്കെ വരുന്നില്ലേ, അതൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ റൈസ് ടെറസ് ഭയങ്കര ഭംഗിയാണ്. അതായത് നമ്മുടെ തൊട്ടിയായിട്ടുള്ള റൈസ് ടെറസുകൾ. ഇത് കാണാനായിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് തന്നെ. റൈസ് ടെറസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ തീർത്ഥംപുൾ ടെമ്പിളിലേക്ക് പോവാം. ഇവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഹോളി ഡിപ്പൊക്കെ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ സറോങ് വേണം. ഈ സറോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിയിൽ പോകുന്ന എല്ലാവരും ഒരു വയലറ്റ് കളർ തുണിയൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, അതിന്റെ പേരാണ് സറോങ്. ഇതൊന്നിൽ നിങ്ങൾക്ക് റെന്റിന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കുകയും ചെയ്യാം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ടെമ്പിളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ബാലി പുലീനയിലേക്ക് പോവാം.
ഒരു കോഫി ലവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇനി നിങ്ങൾ കോഫി ലവർ അല്ലെങ്കിൽ ഒട്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേറെ ഇഷ്ടംപോലെ വാട്ടർഫോൾസ് ഉണ്ട്. എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള 2 വാട്ടർഫോൾസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കാൻഡോലംബോ വാട്ടർഫോൾസ് അല്ലെങ്കിൽ തിരുമ്പാന വാട്ടർഫോൾസ്. ഡേ 8 ഏർലി മോർണിംഗ് തന്നെ ലംബുയാങ് ടെമ്പിളിലേക്ക് പോവാം. ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട് ഈ ടെമ്പിളിലേക്ക്. മാക്സിമം നിങ്ങൾ ക്യാബിൽ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ സ്കൂട്ടറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നട്ടല് റബ്ബർ ആവും. ഇവിടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഷെയർ ടാക്സിയും അവൈലബിൾ ആണ്. നമ്മുടെ ഗേറ്റ് ഓഫ് ഹെവൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഒക്കെ കാണാനല്ലേ, ആ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് ഈ ടെമ്പിൾ. ഈ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ആദ്യമേ ടോക്കൺ എടുക്കണം. ഈ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ക്യൂ നിൽക്കേണ്ടി വരും. അത് മാത്രമല്ല ഫോട്ടോ എടുക്കാനായിട്ട് 1-2 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നേരത്തെ പോസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇത് കൂടാതെ ഇവിടെ വേറെ ഇഷ്ടം പോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇവിടുന്ന് നേരെ തീർത്ഥകനക വാട്ടർ പാലസിലേക്കാണ് നമ്മൾ പോവുക. ഇവിടെ നമുക്ക് ഫിഷിന്റെ ഫുഡൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ ഫീഡ് ചെയ്യുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഇൻസ്റ്റയില് ഭയങ്കര വൈറലാണ്. ഇത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചെത്താനായിട്ട് മിനിമം 6 മണിയാവും. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അടിപൊളി ബാലൻസ് മസാജിന് പോവാം. ഇനി കപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും ട്രൈ ചെയ്യാവുന്നതാണ്. ഡേ 9 ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോർത്ത് ബാലിയിലുള്ള ഉലൂൻ ബരാത്ത ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് കഴിഞ്ഞ് നേരെ ഹന്താര ഗേറ്റിലേക്ക് പോവാം. ഇവിടെയും ഫോട്ടോ എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് വർത്തിറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഹന്താര ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലേക്ക് വാട്ടർഫോൾസ് കാണാനായിട്ട് പോവാം. ഇനി അതല്ല നിങ്ങൾക്ക് റൈസ് ടെറസ് എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥലമുണ്ട്. ഇവിടെയുള്ള റൈസ് ടെറസിന്റെ പേരാണ് ജാറ്റ്ലൂ റൈസ് ടെറസ്. ഇനി വാട്ടർഫോൾസ് ഒക്കെയാണ് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ബാനിമുള്ള ടിൻ വാട്ടർഫോൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇനി ഹിഡൻ ഹിൽസ് ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ വാനഗിരി ഹിഡൻ ഹിൽസ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ അകത്ത് എല്ലാം കൂടെ ഒന്നും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ഡേ 10 ശരിക്കും ഒരു അഡ്വഞ്ചറസ് ഡേ ആണ്. ഇന്നാണ് നമ്മൾ മൗണ്ട് ബാത്തൂർ ട്രെക്കിന് പോകുന്നത്. ഈ മൗണ്ട് ബാത്തൂർ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇത് ശരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെക്ക് എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ട്രെക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ട്രാവൽ കമ്പനി ആയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 2 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹോട്ടലിൽ നിന്ന് വന്ന് ക്യാബിൽ നമ്മളെ പിക്ക് ചെയ്യും, അല്ലെങ്കിൽ വാനിൽ നമ്മളെ പിക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 40 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഗൈഡിനെ നമ്മൾ മീറ്റ് ചെയ്യും. ഗൈഡ് നമുക്ക് ഒരു ടോർച്ച് ലൈറ്റും അതേപോലെ തന്നെ കുടിക്കാൻ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ തരും. ഇടയ്ക്ക് കാപ്പി കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് മൗണ്ട് ബാത്തൂരിൽ നിന്ന് ഒരു അടിപൊളി സൺറൈസും കാണാനായിട്ട് പറ്റും. ചിന്തമണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ ട്രെക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടൂർ ബുക്ക് ചെയ്തേക്കുന്ന കമ്പനി നമുക്ക് മുകളിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും. നല്ല വിശപ്പായിരിക്കും, എന്ത് വന്നാലും നമ്മൾ കഴിച്ചു. അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ വോൾക്കാനോയുടെ ക്രേറ്റർ ഒക്കെ നമുക്ക് കാണാനായിട്ട് പോവാം. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ ഹോട്ട് സ്പ്രിംഗിൽ നല്ലൊരു അടിപൊളി കുളിയും കൂടെ കുളിക്കുക. അപ്പൊ നമ്മൾ ഈ ട്രെക്കിന്റെ ക്ഷീണങ്ങളെല്ലാം മാറും. ഇനി നിങ്ങൾക്ക് ഇത് ട്രെക്ക് ചെയ്ത് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീപ്പിൽ പോവാം, അല്ലെങ്കിൽ ക്വാഡ് ബൈക്കിൽ പോവാം. അതൊക്കെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ട്രെക്ക് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ ട്രെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിവർ റാഫ്റ്റിംഗ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയൻ റിവറിൽ നിങ്ങൾക്ക് ഒരു റിവർ റാഫ്റ്റിംഗ് കൂടെ നടത്താവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഡേ ഫുൾ ഓൺ അഡ്വഞ്ചറസ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു വരിക, ഒരു അടിപൊളി ബാൽനി സ്പായും കൂടി ചെയ്യാം. ഡേ 11 നിങ്ങൾ ഗില്ലിയിലേക്ക് പോകാം. ഗില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഐലൻഡ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഗില്ലി ഐലൻഡ്സ് എന്ന് പറയാത്തത്. ഇന്തോനേഷ്യയിൽ ബാലി പോലെ തന്നെ വേറൊരു റീജിയനാണ് ലംബോൺ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമാണ് ശരിക്കും ഈ ഗില്ലീസ്. പക്ഷെ ഈ ബാലിയിൽ വരുന്ന എല്ലാവരും തന്നെ ഈ ഗില്ലിയും എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. 3 ഐലൻഡ്സ് ആണ് ഇവിടെ ഉള്ളത്: ഗില്ലി തറവാങ്കൻ, ഗില്ലി മെനോ, പിന്നെ ഗില്ലി എയർ. നമ്മൾ താമസിക്കുന്നത് ഗില്ലി തറവാങ്കനിലാണ്. ഉബുദിൽ നിന്ന് നേരെ പടാങ് ബേയിലേക്ക് പോവാം. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ഇവിടെ എത്താനായിട്ട്. ഇവിടുന്ന് നമ്മൾ തറവാങ്കിലേക്ക് സ്പീഡ് ബോട്ടിൽ വേണം പോകാനായിട്ട്. അതും ഏകദേശം 2 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഐലൻഡിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടികളൊന്നുമില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് കുതിരവണ്ടി ഉണ്ട്, അതല്ലെങ്കിൽ സൈക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ നടക്കാം. തറവാങ്ങിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഹോട്ടൽസിന്റെ ഒക്കെ റേറ്റ് ഏകദേശം സെയിം ആണ്. സോ നിങ്ങൾക്ക് ബെസ്റ്റ് ഡീൽ എവിടെയാണ് കിട്ടുന്നത് അവിടെ എടുക്കുക. നിങ്ങൾ റൂം എത്തി ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷ്നപ്പ് ഒക്കെ ആയിട്ട് നേരെ ഒരു സൈക്കിൾ റെന്റിനും എടുത്ത് ഫുള്ളായിട്ട് ചുറ്റിക്കറയും കാണുക. പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പബ്ബിലൊക്കെ പോവാം, അടിപൊളിയായിരിക്കും. ഡേ 12 ഒരു ഗൈഡഡ് സ്നോക്ലിംഗ് ടൂർ നിങ്ങൾ ബുക്ക് ചെയ്യുക. ഗ്ലാസ് ബോട്ടം ബോട്ടിൽ നമ്മളെ മെനോയിലേക്കും അതേപോലെ തന്നെ എയറിലേക്കും കൊണ്ടുപോകും. ഇതിന്റെ ഇടയിൽ സ്നോക്ലിംഗ് ഉണ്ടാവും. നല്ല അടിപൊളി കോറൽ റീഫ്സ് ഒക്കെ കാണാം. അതേപോലെ തന്നെ അടിപൊളി ഫിഷിനെ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് വരാം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 4 മണി ആകുമ്പോഴത്തേക്കും നിങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിക്കും. ഈ സോവിനിയർ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ ടൈമിൽ ചെയ്യാവുന്നതാണ്. പിന്നെ പതിവ് പോലെ നൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പബ്ബിൽ പോയി എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ അടിപൊളി ബാലൻസ് മസാജിന് വേണ്ടി പോവാം. ഡേ 30 നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ പടാങ് ബേയിലേക്ക് പോവുക. അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് പോവുക.
ഇന്ന് ഈവനിങ് തന്നെ എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തിരിച്ച് റിട്ടേൺ അടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് സെമിനിയാഗിലോ അല്ലെങ്കിൽ കുട്ടയിലോ നടന്ന് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പിറ്റേ ദിവസം നാട്ടിലേക്ക് വണ്ടി കയറാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനില്ല, ടൈമിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് നോക്കാം. നിങ്ങളുടെ കയ്യിൽ 4 days ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സെമിനിയാഗ് പ്ലാൻ ചെയ്യുക, 2 ദിവസം ഉബുദ് പ്ലാൻ ചെയ്യുക, പിന്നെ ലാസ്റ്റ് ദിവസം സെമിനിയാഗിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരിക. ഇനി 5 days ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നൂസ പെനിഡയുടെ ഒരു ഡേ ട്രിപ്പും കൂടെ ആഡ് ചെയ്യുക. ഇനി 6 days ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം സെമിനിയാഗ്, 3 ദിവസം ഉബുദ്, 1 ദിവസം ഡേ ട്രിപ്പ് നൂസ പെനിഡയിലേക്ക്. ഇനി നൂസ പെനിഡയിൽ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 days ഐറ്റിനറി ആയി. ഇനി 8 days ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ ഉബുദിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് മൗണ്ട് ബാത്റൂം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 days ട്രിപ്പായി. ഇനി ഇതിലേക്ക് ഗില്ലീസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാലി എക്സ്പ്ലോർ ചെയ്തു എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇനി ബാലിയിൽ മസ്റ്റ് ട്രൈ ചെയ്യാനുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബാലി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കഴിക്കാൻ സാധ്യതയുള്ള ഒരു ഡിഷാണ് നാസി ഗൊരാങ്, അതായത് ഫ്രൈഡ് റൈസ്. അതുപോലെ തന്നെ നൂഡിൽസ്, മീ ഗൊരാങ്. ഇത് രണ്ടും എന്തായാലും നിങ്ങൾ കഴിക്കും. പിന്നെ എന്തായാലും നിങ്ങൾ ബാലിയിൽ സാറ്റേ ഒക്കെ ട്രൈ ചെയ്യണം. ഇതിന്റെ പേരാണ് സാറ്റേ ലിലിറ്റ്. നിങ്ങൾ ബാലിയിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് ഐറ്റം ആണ് ബേബക് ബിത്തൂത്തു, അതായത് സ്മോക്ഡ് ഡക്കാണ്. എൻ്റെ ബാലിയിലെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതാണ്. നിങ്ങൾ എവിടെ ചെന്നാലും നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യുക, അതിന് ഒരു കുറവും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ സോവിനേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് റട്ടൺ ബാഗ്, പിന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഒക്കെ മേടിക്കാം. പിന്നെ കൃഷ്ണ ഒലേ ഒലേ എന്ന് പറയുന്ന ഒരു സ്റ്റോർ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. അത്യാവശ്യം എല്ലാം ചീപ്പ് റേറ്റിലാണ് കിട്ടുക. പിന്നെ നിങ്ങളുടെ ബാർഗെയിൻ സ്കില്ലൊക്കെ എന്തായാലും പുറത്തെടുത്ത് നോക്കുക. ഇനി എല്ലാവരും കാത്തിരുന്ന ഗോൾഡൻ ക്വസ്റ്റ്യൻ, എത്ര രൂപ ചെലവാകും? ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ഏകദേശം ഒരു 30,000 രൂപ എന്തായാലും കൂട്ടിക്കോ. വിസയ്ക്ക് ഏകദേശം 2,800 രൂപയാവും. ഇനി അത്യാവശ്യം നല്ല റൂമിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 2,000 രൂപ കൂട്ടിക്കോ. നിങ്ങൾ ക്യാബാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 4,000 രൂപയാവും. ഫുഡിന് ഒരു 1,500 രൂപ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലക്ഷറിയസ് ആയിട്ട് കഴിക്കാം. പിന്നെ സൈറ്റ് സീയിങ്, ആക്ടിവിറ്റീസ്, ബോട്ട് ബുക്ക് ചെയ്യുക, അതിനെല്ലാത്തിനും കൂടെ ഒരു 20,000 രൂപ കൂട്ടിക്കോ. സോ നിങ്ങൾ എത്ര ദിവസമാണോ ബാലി സ്പെൻഡ് ചെയ്യണേ അതനുസരിച്ച് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം ഒരു ബഡ്ജറ്റ് കിട്ടും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 5 day 4 night ഒക്കെ ബാലി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30,000 രൂപ ചിലവാകും. ഫ്ലൈറ്റിന്റെ ഫെയർ കൂട്ടാതുള്ള റേറ്റ് ആണ് ഈ പറഞ്ഞത്. അധികം ലക്ഷറി അല്ല, എന്നാൽ ചീപ്പ് അല്ല എന്നുള്ള രീതിയിലുള്ള ബഡ്ജറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തൊരു റേറ്റ് ആണിത്. ഇനി നിങ്ങൾക്ക് ബാലി അധികം പ്ലാൻ ചെയ്യാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാനോടുകൂടി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രാവൽ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ആയിട്ട് ഏകദേശം 50+ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ട്രിപ്പ് ഉണ്ട്. സോ നല്ല സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ബാലി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. ഇനി ഈ ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ DM ചെയ്യുക, അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പറയും, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും പറയുന്നതായിരിക്കും. പിന്നെ ബാലിക്ക് പോകുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ആൾക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ വീഡിയോ. അപ്പൊ വീണ്ടും ഒരു ട്രാവൽ കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരെയും ബൈ.